ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങൾക്ക് കണ്ണീറും സെഹറും ബാധിക്കാതിരിക്കാനുള്ള ഒരൊറ്റ മൂലി പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ? മനുഷ്യരല്ലാത്ത ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക, ഒരു നേരെങ്കിലും ദിവസം. പൂച്ചക്കായാലും മതി. പക്ഷെ പൂച്ച എപ്പോഴും വീട്ടിലുള്ളത് കൊണ്ട് പൂച്ച ചെയ്യാം. പക്ഷെ എന്നാലും പൂച്ചക്ക് നിങ്ങളെ ഭക്ഷണം കിട്ടുമെന്നൊരു ഉറപ്പുള്ള ജീവിയാണ്. അത് അങ്ങനെ അല്ലാത്തൊരു ജീവിയാവുന്നത് ഒന്നുകൂടി നല്ലതാണ്. ഉദാഹരണം പറയാം, ഉറുമ്പിൻ്റെ ഏരിയ, അവിടെ കൊണ്ടുപോയി കുറച്ച് അരിമണിയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പലഹാരമോ അവിടെ കൊണ്ടുപോയി വെക്കുക. അത് അങ്ങനെ നാളെ വേറൊരു ഉറുമ്പിൻ്റെ ഏരിയയിൽ വെക്കുക. കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക, ഭയങ്കര ഫല. കാക്കകൾക്ക് ഭക്ഷണം കൊടുത്താൽ സിഹർ ബാധിക്കില്ല എന്ന് പറയുന്ന ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല നല്ല കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക. കാക്ക പറഞ്ഞാൽ അവല് മുഅല്ലിമാണ്. ആദ്യത്തെ മുഅല്ലിം കാക്കയാണ്. മനുഷ്യരുടെ ആദ്യത്തെ മുഅല്ലിമാണ് കാക്ക. ഇന്നൊരു പള്ളിപ്പറമ്പിൽ ആദ്യമായി നമ്മളെ മറവ് ചെയ്യാൻ പഠിപ്പിച്ചതാരാ? കാക്ക. ഒരു ബോഡി മറവ് ചെയ്യാൻ പഠിപ്പിച്ചത് കാക്കയാണ്. ഇന്നിപ്പോൾ ലോകത്ത് എല്ലാ പള്ളിപ്പറമ്പിലും ലക്ഷോപലക്ഷം ആളുകളെ മറവ് ചെയ്യേണ്ട ഒരു ദിവസം. അതിനും എല്ലാത്തിനും കൂലി കിട്ടുന്നൊരു വർക്ക് ഉണ്ടെങ്കിൽ കാക്കയാണ്. ഏതാണ് ആയത്ത് മോനെ? മായിദയിരിക്കാം. അത് മായിദയിലുണ്ടല്ലോ. എന്ത് മായിദയിലുണ്ടല്ലോ മോനെ? മായിദയിലുണ്ടല്ലോ ആയത്ത്. അഅ്ജസ്തു മിസ്ല ഹാദൽ ഖുറാബി എന്ന് പറയുന്ന ആയത്ത് നിർത്താം. ഫബഅസ അല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർള്. ഓർമ്മയില്ല? മായിദയിലുണ്ട് ആയത്ത്. മായിദയിലുണ്ട് ആയത്ത്. മനസ്സിലായില്ലേ? ഫബഅസ അല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർളി. ഫബഅസ അല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർളി. 20ന്റെ ശേഷമായിരിക്കും ആയത്ത്. 20ന്റെ ശേഷം. മായിദ 20ന്റെ ശേഷമായിരിക്കും ആയത്ത്. നല്ല രാത്രി ഭക്ഷണം കഴിക്കാത്ത ജീവിയാണ് കാക്ക. ഉച്ചഭക്ഷണം കഴിക്കും. നമ്മളെപ്പോലെ എന്താവില്ല, മന്തി തിന്നാൻ വേണ്ടിയിട്ട് നട്ടപ്പാതിരക്ക് ഇറങ്ങൂല കാക്ക. 4 മണിയായ തിരിച്ചു പോകാനൊരു സുബൈക്കറും. മൈദൻ എത്ര? 31. 31. മായിദ 31. നോക്കാം. അങ്ങടാ അങ്ങനെ കാബീൽ ഹാബീലിനെ കൊന്നു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. അങ്ങനെ അയാൾ പരാജിതരിൽ പെട്ടുപോയി. ആര്? കാബീൽ. ആരെ കൊന്നപ്പോൾ? ഹാബീലിനെ കൊന്നപ്പോൾ. പിന്നെ എന്താ ഈ ബോഡി ചെയ്യേണ്ടത് എന്ന് കാബീലിന് അറിയൂല. ഫബഅസല്ലാഹു. അങ്ങനെ അള്ളാഹു നിയോഗിച്ചു ഉറാബൻ, ഒരു കാക്കയെ, യബ്ഹസു ഫിൽ അർളി. എന്നിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചുപോയൊരു കാക്കയെ ഈ കാക്ക എന്ത് ചെയ്തു? കൊത്തിച്ചെനക്കിയിട്ട് ഈ അതിൻ്റെ മേലെ മണ്ണിടുന്നത് കണ്ടു. ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖീഹി. തൻ്റെ സഹോദരൻ്റെ ബോഡിയെ എങ്ങനെ മറവ് ചെയ്യണമെന്ന് കാക്ക കാബീലിനെ പഠിപ്പിച്ചു. മനസ്സിലായോ? കാല. അപ്പോൾ കാബീൽ പറഞ്ഞു, യാ വൈലത്ത, എൻ്റെ നാശമേ, അഅ്ജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബി. ഈ കാക്കയുടെ ബുദ്ധി പോലും എനിക്ക് ഇല്ലാതെ പോയല്ലോ. ഫഉവാരിയ സൗഅത അഖീ. എൻ്റെ അഖിൻ്റെ ബോഡി എങ്ങനെ മറവ് ചെയ്യണമെന്ന് ഈ കാക്കയല്ലോ എന്നെ കാണിച്ചത്. ഫഅസ്ബഹ മിനൻ നാദിമീൻ. അങ്ങനെ അവൻ ഖേദിക്കുന്നവരിൽ പെട്ടുകൊണ്ടേയിരുന്നു. ആര്? കാബീൽ. കാബീലിന് അപ്പം ലോകത്ത് ആദ്യം മറവ് ചെയ്യാൻ പഠിപ്പിച്ച ജീവി ആരാ? കാക്ക. ഉച്ചഭക്ഷണം നല്ലോണം കഴിക്കും, രാവിലെ മുതൽ ഇറങ്ങും, വൈകുന്നേരം അനുസരിച്ച് തിരിച്ചു പോകാൻ നോക്കും, 4 മണി കഴിഞ്ഞാൽ പോവും. രാത്രി കാക്കയെ കാണൂല. ആണോ? അല്ലേ? മൂങ്ങ അങ്ങനെയല്ല. മൂങ്ങ നമ്മളെപ്പോലെയാണ്. നമ്മൾക്കോളം ഉറങ്ങിയിട്ട് മന്തി തിന്നാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇപ്പോൾ രാത്രി. കാക്ക അങ്ങനെയല്ല. കാക്കകൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുക. പൂച്ചക്കൊര. പൂച്ച നമ്മളെ വീട്ടിലെ നിർഭയ ജീവിയാണ്. പൂച്ചക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ഉറപ്പാണ്. കിട്ടും.
അങ്ങനെയല്ല, കാക്ക വരുമ്പോഴത്തേനും ഓടിക്കും. അപ്പോൾ കാക്കക്കൊരു പാത്രം വെക്കുക ഒരു വീട്ടിൽ. എന്നിട്ട് ആ ഭക്ഷണം കൊടുക്കുമ്പോൾ ഉദ്ദേശിച്ച് അള്ളാഹ് ഇന്ന് ഉള്ള എല്ലാ ഷെറും ഇതുമ്മ തീരണേ എന്നാലോചിക്കുക. അള്ളാഹു നിയോഗിച്ച ജീവിയാണ് ആര്? അള്ളാഹ് പറഞ്ഞല്ലോ ഫബഅസല്ലാഹ്. അവിടെ ആയത്തിൽ കാബീലിൻ്റെ മുന്നിൽ ഒരു കാക്ക വന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയല്ലോ പറഞ്ഞ് ഫബഅസല്ലാഹു, അള്ളാഹു നിയോഗിച്ചു ഉറാബൻ, ഒരു കാക്കയെ. എന്തിന്? ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖി, തൻ്റെ സഹോദരൻ്റെ ബോഡി എങ്ങനെ മറവ് ചെയ്യണം എന്ന് കാബീലിനെ പഠിപ്പിക്കാൻ അള്ളാഹു ആരെ നിയോഗിച്ചു? അള്ളാഹു നിയോഗിച്ചു. ഫബഅസല്ലാഹു ഫായിലാര അല്ലാഹ്. ഫബഅസല്ലാഹു കാക്ക ഇവിടുന്ന് വന്നതല്ല, ഖുറാബൻ. ഖുറാബ് മഫഊലാണ്, മനസ്സിലായില്ല? ഫബഅസല്ലാഹു അർത്ഥം പറയേ, അള്ളാഹു നിയോഗിച്ചു ഖുറാബൻ, ഒരു കാക്കയെ. അപ്പൊ അള്ളാഹു നിയോഗിച്ച ജീവിയാണ്. മനുഷ്യരെ പഠിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ച ജീവിയാണ് ആര്? കാക്ക. നിസ്സാരപ്പെട്ട ജീവിയേ അല്ല. അപ്പൊ കാക്കയോട് നമുക്കൊരു ബന്ധമുണ്ട്. അങ്ങനെ എല്ലാ കാലത്തിനും ഇല്ലാത്ത ഏതെങ്കിലും നാട്ടുകാരുണ്ടെങ്കിൽ അതാ നാട്ടുകാരെ നട്ടെന്ന് വിചാരിച്ചാൽ മതി. കാക്ക ഖുർആൻ നല്ലത് കൊണ്ട് പറഞ്ഞ ജീവിയാണ്. നല്ലത്. കുരങ്ങ് ഒരു മോശം പറഞ്ഞ ജീവിയാണ്. മനസ്സിലാണ്ട് പറഞ്ഞ കാക്ക ഖുർആൻ നല്ലത് മുഅല്ലിമാണ്. അല്ലാഹു നിയോഗിച്ചു അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ മനുഷ്യൻ എന്ത് പറഞ്ഞു? യാ വൈലത്താ, എന്റെ നാശമേ, അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബി, ഈ ഖുറാബിനെ പോലെ പോലും ആകാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ എന്റെ നഷ്ടമേ, എന്റെ നാശമേ. ഫഅസ്ബഹ മിനൻ നാദിമീൻ, പിന്നെ എന്നും ഖേദിക്കുന്ന കൂട്ടത്തിലായി. ആര്? കാബീൽ. ഒരു കാക്കയെ പോലെ പോലും എനിക്കാകാൻ കഴിഞ്ഞില്ല. ആയുസ് മുഴുവൻ പറഞ്ഞു നടന്നു ആര്? കാബീൽ. അപ്പോൾ മനുഷ്യന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഉസ്താദാണ് ആര്? കാക്ക. എന്താ അതിന് രുക്ഷഭക്ഷണം കൊടുത്താൽ? നേരത്തെ വെച്ച് കൊടുക്കുക. ഭക്ഷണം വീട്ടിലായാൽ ഒരു 11 മണിക്ക് കുറച്ച് കറി കൂട്ടുക, വെറും വറ്റ് കൊടുക്കരുത്. എന്തുകൊണ്ട്? ഈ കാക്കകൾ ഇപ്പോൾ ഈ എരിവും പുളിയൊക്കെ കൂട്ടി അതിൻ്റെ നാവ് രുചി അങ്ങനെ ആയിട്ടുണ്ടാവും, പണ്ടെ പോലെയല്ല. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന എരിവും പുളിയൊക്കെ കൂട്ടിയ ചോറ് ഒന്ന് ലേശം കുഴക്കുക, 1-2 ഉരുള കൊണ്ടുപോയിട്ട് കാക്കകളുടെടുത്ത് ഇന്ന് 2 കാക്ക ഉണ്ടെങ്കിൽ നാളെ 4 കാക്കയാവും, പിന്നെ 10 ആവും, പിന്നെ 20 ആവും, പിന്നെ അവിടെ ഇഷ്ടം പോലെ കാക്ക വരും. അപ്പോൾ അതൊരു നന്മയാണ്. ആ ബലി അതിലൊക്കെ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കും. ബലിച്ചോറ് കൊടുക്കും ഹൈന്ദവ സമൂഹം. കാക്കകൾക്ക് കയ്യൊട്ടി വിളിക്കും. കാക്ക വന്നില്ലെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല എന്നവർ ധരിച്ചു. അതിലൊക്കെ ഒരു അടിസ്ഥാനം ഉണ്ടാവും. ഇതൊന്നും വെറുതെ അല്ല. അതൊന്നും നിങ്ങൾ എല്ലാത്തിനും നിങ്ങൾ ആക്ഷേപിക്കരുത്. നമുക്ക് അതിനെപ്പറ്റി അറിയൂല. ഏറ്റവും ചുരുങ്ങി നമുക്ക് അറിയില്ല അറിഞ്ഞാൽ മതി. അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കും. ബലിച്ചോറ് കൊടുക്കുന്നില്ലേ? അങ്ങനെയല്ലേ അതിന് പറയാം. ബലിച്ചോറ് കൊടുക്കും. ആണ്ടിന് അവരുടെ അച്ഛൻ മരിച്ച അമ്മ മരിച്ച ആണ്ടിന് ബലിച്ചോറ് കൊടുക്കും. എന്നിട്ട് കാക്കകളെ ബലിക്കാക്കകളെ കൈകൊട്ടി വിളിക്കും. അങ്ങനെ കാക്കകൾ വന്ന് അല്പെങ്കിലും കൊത്തിയാൽ ആത്മാവ് ശാന്തിയുള്ളതാണ് എന്നവർ ധരിക്കും. അതിലൊക്കെ കാക്കൊരു അടിസ്ഥാനമുണ്ട്. കാക്ക വേദം പറഞ്ഞ ജീവിയാണ്. നന്മ കൊണ്ടാണ് പറഞ്ഞത്. അള്ളാഹു നിയോഗിച്ചു എന്നല്ലേ കാക്കയെ? അള്ളാഹു നിയോഗിച്ചു. അള്ളാഹു നിയോഗിച്ച ജീവി. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? അതിൽ വലിയ അർത്ഥമല്ലേ? ആ കാക്ക നമ്മളെ വീട്ടിലൊരു എന്താ പറയുക, ഒരു അത്യാവശ്യ സാധനത്തെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി അതിനെ ആട്ടിക്കോളൂ. പക്ഷെ എന്നാലും അതിന് നമ്മൾ കൊടുക്കണം. നെല്ല് ചിക്കയിൽ കാക്ക വരികയാണെങ്കിൽ നിങ്ങൾ ഓട്ടിച്ചോളൂ, ആയിക്കോട്ടെ. പക്ഷെ ഓട്ടിച്ചപ്പോരല്ലോ, അതിന് നിങ്ങൾ കൊടുക്കും വേണ്ടേ? കറി, ചോറും കറിയാക്കി ഒരു 11 മണിക്ക് എല്ലാ വീടുകളും. എന്നിട്ട് അപ്പം നിയത്ത് ചെയ്യുക. എന്താ നിയത്ത് ചെയ്യേണ്ടത്? ഇതോടുകൂടെ എനിക്ക് ഇന്നത്തെ ആപത്തുകളെല്ലാം ഒഴിവാക്കിയിട്ട് നാളെ അത് ചെയ്യുക. ഭർത്താവ് ഭാര്യയെ നിയോഗിക്കുക. എല്ലാ ദിവസവും കാക്ക ചോറ് കൊടുക്കണം. അപ്പോൾ ഒരു വീട്ടിൽ കാക്കച്ചക്ക് ചോറ് കെടുക്കൽ ഞാൻ 2-3 ആഴ്ച മുമ്പേ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഇത് പറയണം. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. 2 വീട്ടിലും കാക്കക്ക് ചോറ് കൊടുക്കും. അതൊരു ഖൈറാണ്. എന്ത്?
അപ്പം നിയ്യത്ത് ചെയ്യാം. പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരോട് എന്ത്? അപ്പം നിയ്യത്ത് ചെയ്യണം, എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും ഞങ്ങളുടെ സമ്പത്തിനും ഈ ഒരു നന്മ കാരണം ഒരു ആപത്തും വരരുതേ, ആപത്ത് തടഞ്ഞു പോകണേ എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു പാവപ്പെട്ട ജീവിയാണത്. മാത്രമല്ല അള്ളാഹു ഗുണം കൊണ്ട് ഖുർആനിൽ പറഞ്ഞ ജീവിയാണത്. അപ്പോൾ അത് അള്ളാഹു ആ ജീവിക്ക് ഭക്ഷണം കൊടുക്കുന്ന കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മളെ മേൽ വരും. എന്താ വരില്ലേ? അതെന്താ ചെയ്താൽ ഉള്ളതുപോലെ ഒന്ന് ചെയ്യാൾ, എല്ലാവരും നടപ്പിലാക്കുക. 26ാമത്തെ വർഷം ഒരുപാട് പണികളുണ്ട്, അതിൽപ്പെട്ടൊരു പണിയാണ് ഇനിയുണ്ട്. ഇപ്പം എല്ലാതും മാറ്റേണ്ടതുണ്ട് നമ്മളെ ജീവിതത്തിൽ. അപ്പോൾ ഒരു ഉരുള ചോറ് എന്ത് കാരണത്താലും നമ്മളെ വീട്ടിലൊരു 2 ഉരുള ചോറ്, അതിൽ കുറച്ച് ബാക്കി വന്നാൽ നാളെ കാക്ക കഴിക്കും, കുറച്ച് പുതിയ ചോറും കൂടി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? പിന്നെ കാക്കകൾ വരും. അങ്ങനെ കാക്കകൾ വരുമ്പോൾ അതൊരു സന്തോഷം. അപ്പോൾ അവർ തമ്മിൽ പറയും ഞാൻ സ്ഥലത്ത് ചോറുണ്ട്. അപ്പോൾ അവർ വരും. നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതന്നെ. അവർ വേസ്റ്റിൽ നിന്ന് കൊത്തിച്ചനക്കി എടുക്കുന്നതും നിങ്ങളായി കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല. ആ വേസ്റ്റിൽ നിന്ന് എടുത്താൽ നിങ്ങൾക്ക് കൂലിട്ടിക്കൊള്ളുന്നില്ല, അത് വേസ്റ്റല്ലേ. വലിച്ചെറിഞ്ഞ വേസ്റ്റിൽ നിന്ന് എടുത്താൽ പലരും എടുക്കൊണ്ട് നിങ്ങൾക്ക് കൂലിയുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾ പ്രായ പ്ലാസ്റ്റിക്കും കമ്പിയും മൂലൊക്കെ കൂട്ടിയാൽ അതിന് ഒരാൾ വരുമ്പോൾ പൈസ തരും. അതേ സമയത്ത് മതിലിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടൊരു സാധനത്തിന് നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, അയാൾക്ക് കൊണ്ടുപോകാൻ. അത് അയാൾക്കുള്ളതല്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. വേസ്റ്റിൽ നിന്ന് അവർ കൊത്തിച്ചനക്കി എടുത്താൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നിയ്യത്ത് ചെയ്യണം. നിയ്യത്തിന് ചോറ് കൊടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം. എന്ത്? പറ. ചിലപ്പോൾ ഉമ്മാന്റെ കാലുവേദന അമ്മ മാറും. സാധുവാ ജീവിയല്ലേ. മനസ്സിലായ? ചിന്തിക്കൊക്കെ ഒരുപാട് നന്മ ഒക്കെ നഷ്ടപ്പെടുത്തി നമ്മൾ. പണ്ട് ഇതൊക്കെ വല്യന്മാർ ചെയ്തിരുന്നു. എന്തേല്ലേ? കാക്കക്ക് കുടിക്കാൻ വേണ്ടി വെള്ളപ്പാത്രം വെച്ചത് എൻ്റെ തറവാട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയാ? അത് കാക്ക അവിടെയൊക്കെ കാഷ്ടിക്കും. നമ്മൾ മറ്റേ ഇതാ ഇന്റർലോക്ക് മുറ്റ. എന്തേ അങ്ങനെ തന്നെയല്ലേ? പണ്ട് അങ്ങനെയല്ല. പണ്ട് കാക്ക കാട്ടിച്ച അമ്മക്കൊന്നും വരാൻ പോണില്ല, ഇന്റർലോക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്റർലോക്കും കൂടി ചെയ്തതോടുകൂടെ അതും ഇല്ലാതെയായി. പൂച്ചനെ വളർത്തൽ നിർത്തി. കാരണം ഇന്റർലോക്കല്ലേ മുറ്റത്ത്. നോക്കി ഇതന്നെ ഒരു നല്ല കാര്യം പറഞ്ഞു. ഞാൻ 2 ആഴ്ച ഇപ്പം നിങ്ങളോട് പറയുന്നുണ്ട്. ഒരു സിഹർ പോലും ഇതുമ തീരും. സിഹർ പോലും ഇതിമൽ തീരും. സ്ഥിരമായി ചെയ്താൽ മതി. ഒരു നന്മ 41 ദിവസം ആവർത്തിച്ചാൽ ഷെറിന് പിടുത്തം നഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞേ? ഒരു നന്മ 41 ദിവസം ആവർത്തിച്ചാൽ ആ നന്മ കാരണമായി ഒരു തിന്മയുടെ പിടുത്തം, നിങ്ങളുടെ മേലുള്ള പിടുത്തം നഷ്ടപ്പെടും. ഒരു നന്മ 41 ദിവസം ആവർത്തിച്ചാൽ, 41 അല്ല 400 അല്ല, ആവർത്തിച്ചു ചെയ്താൽ നല്ല കാര്യമാണ്. പിന്നെ